യേശുവിന് അല്പസമയം ദൈവവചനം ചിന്തയ്ക്കായി എടുക്കുമ്പോൾ യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 49 അധ്യായം ഐസയ ചാപ്റ്റർ 49 അതിൻ്റെ വേഴ്സ് നമ്പേഴ്സ് 24 and 25. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 49 24-25 വചനം ഇങ്ങനെ പറയുന്നു: Who can snatch the plunder of war from the hands of a warrior? Who can demand that a tyrant let his captives go? But the Lord says, the captives of warriors will be released, and the plunder of tyrants will be retrieved. For I will fight those who fight you, and I will save your children. ബലവാനോട് അവൻ്റെ കവർച്ച എടുത്തു കളയാമോ? അല്ല, ക്രൂരൻ്റെ കയ്യിൽ നിന്ന് തടവുകാരെ വിടുവിക്കാമോ? എന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബലവാനോട് തടവുകാരെ എടുത്തു കളയാം, ക്രൂരൻ്റെ കവർച്ചയെയും വിടുവിക്കാം. നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. ആമേൻ, സ്തോത്രം. ഇപ്പം അതിൻ്റെ 24 തിരുവചനം ഇങ്ങനെ പറയുന്നു: Who can snatch the plunder of war from the hands of a warrior? Who can demand that a tyrant let his captives go? കണ്ടോ, യുദ്ധം ചെയ്ത് നേടിയെടുത്ത മുതൽ വിട്ടുകൊടുക്കാൻ, അല്ലെങ്കിൽ ആ മുതൽ എടുത്ത സോൾജിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ യുദ്ധം ചെയ്തവരുടെ കയ്യിൽ നിന്ന്, അല്ലേ? ചിലൊരു ദേശം യുദ്ധം ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന സകല നന്മയും ആ യുദ്ധം ചെയ്ത് കയറി വന്ന എതിരാളി അല്ലെങ്കിൽ ആ എതിർകക്ഷി വന്നതിനെല്ലാം പിടിച്ചെടുത്തത് അയാളുടെ കയ്യിൽ നിന്ന് ആർക്കതിനെ തട്ടിപ്പറിച്ചെടുക്കാൻ പറ്റും, അല്ലേ? അത് കറക്റ്റ് അല്ലേ? ഒരു കട്ടെടുക്കാൻ വന്ന ഒരാളുടെ കട്ടെടുത്തു, കട്ടെടുത്തെടുത്തു എന്ന് അയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെ പിടിച്ചു പറിച്ച് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും? സ്തോത്രം. അതുപോലെ യുദ്ധം ചെയ്ത് തട്ടിയെടുത്ത് ഒരു കൂട്ടം ജനത്തിനെ തട്ടിയെടുത്ത് കാണും, രാജാക്കന്മാരും ഒക്കെ. അവരെ എങ്ങനെ വിട്ടയക്കും? സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞാൽ, ബലവാൻ വന്ന് തട്ടിയെടുക്കുന്നത് അവൻ്റെ കയ്യിൽ നിന്ന് ആർക്ക് വിടുവിക്കാൻ സാധിക്കും? ഹല്ലേലൂയ. ബലമുള്ളവൻ കൂടെയുണ്ടെങ്കിൽ ബലവാൻ പിടിച്ചു വച്ചിരിക്കുന്നത് തട്ടിയെടുക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് പറയുന്ന അസാധ്യത്തിനെ സാധ്യമാക്കി തരും. ഹല്ലേലൂയ. ചോദ്യം ഇതാണ്: ആർക്ക് എൻ്റെ നന്മ കട്ടെടുത്തോണ്ട് പോയത് ആർക്ക് പകരം തരാൻ പറ്റും? ആർക്കതിനെ തിരിച്ചു തരാൻ പറ്റും? ചിലവരുടെ ജീവിതത്തിനകത്തെ നന്മയും സുഖങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ തട്ടിയെടുത്തുകൊണ്ട് പോയ അവസ്ഥയിലായിരിക്കുന്നത്. ചോദ്യം ഇവിടെയാണ്: ആർക്കത് മടക്കിത്തരാൻ പറ്റും? ആർക്കെൻ്റെ ആ നന്മയെ എനിക്ക് തിരിച്ചു തരാൻ പറ്റും? എൻ്റെ സന്തോഷം, എൻ്റെ കുടുംബജീവിതം, എൻ്റെ മക്കളുടെ ഭാവി, എൻ്റെ ഭർത്താവിൻ്റെ ജീവിതം, അല്ലെങ്കിൽ ഭാര്യയുടെ ജീവിതം, എന്തെങ്കിലും, എൻ്റെ ആരോഗ്യം, ഇതൊക്കെ തട്ടിയെടുത്തോണ്ട് പോയി, കള്ളൻ തട്ടിയെടുത്തോണ്ട് പോയി. ഹല്ലേലൂയ. പക്ഷെ ആർക്കിത് തിരിച്ചു തരാൻ പറ്റും? ഈ ചോർത്തിയെടുത്തോണ്ട് പോയ നന്മകളൊക്കെ എന്ന് മടങ്ങിക്കിട്ടും? വചനം പറയുക, അതിൻ്റെ 25 ഒരു വാഗ്ദത്തം കർത്താവ് പറയുക. ഹീസ് ഗിവിങ് എ പ്രോമിസ്. ഇതാണ്: The captives of the warriors will be released, and the plunder of tyrants will be retrieved. For I will fight those who fight you, and I will save your children. ഇത് യഹോവയാൽ അരുളപ്പെട്ടതാ. കർത്താവ് പറയുക, ഞാൻ യുദ്ധം ചെയ്ത് അത് മടക്കിത്തരും. നിങ്ങളുടെ അടുത്തുനിന്ന് തട്ടിയെടുത്തുകൊണ്ട് പോയത് ഞാൻ റെസ്റ്റോർ ചെയ്യും. ഹല്ലേലൂയ. ദൈവം തന്നെ അതിനെ മടക്കിത്തരും. ഇതൊരു വലിയൊരു വാഗ്ദത്തമാണ്. വചനത്തിനകത്തുനിന്നൊരു വലിയൊരു ദൂതാ കേൾക്കുന്നത്. സ്തോത്രം. ഇന്ന് ഉറപ്പ് പറയട്ടെ, തട്ടിയെടുത്തോണ്ട് കാൽവരി ക്രൂശിൽ യേശു കർത്താവ് കയറിയതിനാൽ ഹല്ലേലൂയ നമ്മളൊക്കെ നീതിമാന്മാരായി. നമ്മളുടെയൊക്കെ തട്ടിയെടുത്തതെല്ലാം മടക്കി കിട്ടി. ആത്മലോകത്തിൽ നമുക്ക് സകലതും മടങ്ങി കിട്ടി. ഇതൊന്ന് വിശ്വസിച്ചാൽ, അല്ലെ, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത് ആ ക്രൂശ് മരണം കൊണ്ട്, ഹല്ലേലൂയ, പുനരുദ്ധാനം കൊണ്ട് എൻ്റെ നഷ്ടപ്പെട്ട
നഷ്ടപ്പെട്ടു പോയതെല്ലാം എനിക്ക് മടക്കി കിട്ടി എന്നൊന്ന് വിശ്വസിക്കണം. എന്ന് കർത്താവിൻ്റെ വചനം ഉറപ്പും ധൈര്യവും പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്ത്, അല്ലേ, ഐ വിൽ ഫൈറ്റ് ദോസ് ഹു ഫൈറ്റ് യു. നിന്നെ യുദ്ധം ചെയ്തവരുടെ എതിരെ ഞാൻ യുദ്ധം ചെയ്യും. ഞാൻ പറയട്ടെ, ഇന്ന് മനുഷ്യരല്ല നമ്മളുടെ എതിരാളികൾ, മനുഷ്യരുടെ പിൻപിൽ വ്യാപരിക്കുന്ന ശക്തികളാണ് നമ്മളുടെ എതിരാളികൾ. ഒരു മനുഷ്യരും നമ്മൾക്കെതിരില്ല, പക്ഷെ അവരുടെ അകത്ത് വ്യാപരിക്കുന്ന ദുർശക്തികൾ എതിരായിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് നന്മകൾ തട്ടിയെടുക്കുന്ന, ചിലപ്പം സ്വസ്ഥത നശിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അപ്പോൾ അതാണ് എഫെസ്യരുടെ 6 നമ്മൾ നോക്കുമ്പോൾ അതിനകത്തേക്ക് വന്നിട്ടില്ല, വരും. എഫെസ്യരുടെ 6 ഹല്ലേലൂയ അതിൻ്റെ 10 തിരുവചനത്തിനകത്ത് പറയുന്ന എ ഫൈനൽ വേർഡ്, ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ഹിസ് മൈറ്റി പവർ എന്ന് വായിച്ച് എഫെസ്യർ 6:10-11 പറയുന്നു, പുട്ട് ഓൺ ഓൾ ഓഫ് ഗോഡ്സ് ആർമർ സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു സ്റ്റാൻഡ് ഫേം അഗേൻസ്റ്റ് ഓൾ സ്ട്രാറ്റജീസ് ഓഫ് ദ ഡെവിൾ. അതിൻ്റെ 12 പറയുന്നു, ഫോർ വി ആർ നോട്ട് ഫൈറ്റിംഗ് അഗേൻസ്റ്റ് ഫ്ലെഷ് ആൻഡ് ബ്ലഡ് എനിമീസ് ബട്ട് അഗേൻസ്റ്റ് ഈവിൽ റൂളേഴ്സ് ആൻഡ് അതോറിറ്റീസ് ഓഫ് ദി അൺസീൻ വേൾഡ്, അഗേൻസ്റ്റ് മൈറ്റി പവേഴ്സ് ഇൻ ദിസ് ഡാർക്ക് വേൾഡ് ആൻഡ് അഗേൻസ്റ്റ് ഈവിൽ സ്പിരിറ്റ്സ് ഇൻ ദി ഹെവൻലി പ്ലേസസ്. എഫെഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് നമ്പേഴ്സ് 10, 11 and 12. എഫെസ്യർ 6:10-11-12. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട്, അവൻ ദൈവത്തിന്റെ സർവ ആയുധവർഗം ധരിച്ചു കൊണ്ടാൽ മാത്രമേ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ആരോടാ യുദ്ധം? 12. അപ്പോൾ വി ആർ നോട്ട് ഫൈറ്റിംഗ്, പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, കണ്ടോ, മനുഷ്യരോടല്ല. വെറുതെ ഇരുന്ന് മറ്റു മനുഷ്യരെയൊക്കെ കുറ്റം പറയുക, വെറുതെ ഇരുന്ന് അവർ അങ്ങനെ ചെയ്തു, അങ്ങനെ പറഞ്ഞു, അവർ കാരണം ഇങ്ങനെ കണ്ടോ സംഭവിച്ചത്, ഇങ്ങനെ വെറുതെ മനുഷ്യരെ കുറ്റം പറയുക. പക്ഷെയോ വായിച്ച് വാഴ്ചകളോടും വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകാധിപതികളോടും ആകാശമണ്ഡലങ്ങളിലെ സേനയോടും അത്രേ. അപ്പൊ 4 കൂട്ടം കാര്യങ്ങളോടാ യുദ്ധം, കണ്ടോ. ഈവിൽ റൂളേഴ്സ്, അതോറിറ്റീസ് ഓഫ് ദി അൺസീൻ വേൾഡ്, മൈറ്റി പവേഴ്സ് ഇൻ ദിസ് ഡാർക്ക് വേൾഡ്, ഈവിൽ സ്പിരിറ്റ്സ് ഇൻ ദി ഹെവൻലി റെൽംസ്. അല്ലേ, മലയാളത്തിൽ അതെങ്ങനെയാ വായിക്കപ്പെടുന്നത്? മലയാളത്തിൽ 6:12 ഇങ്ങനെ പറയുന്നു, നമുക്ക് പോരാട്ടം ഉള്ളതോ ജഡരക്തങ്ങളോടല്ല, പക്ഷേ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും ആകാശമണ്ഡലത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. 4 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പം മനുഷ്യരോടല്ല, പക്ഷേ മനുഷ്യരുടെ പിൻപിൽ വ്യാപരിക്കുന്ന ശക്തികളോട്. അപ്പം വെറുതെ ഇരുന്ന് നമ്മൾ പറയാം, അവരെ കണ്ടോ, അവരങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ ചെയ്തു. പക്ഷേ ശരിക്കും പറയണ്ടേ, അവരുടെ പിൻപിൽ വ്യാപരിക്കുന്ന ആ ശക്തിയോട് യേശുവിന്റെ നാമത്തിൽ മിണ്ടാതാകാൻ പറയണം. അപ്പം വെറുതെ ഇരുന്ന് ചലിച്ച് പറഞ്ഞ് ബഹളം വെക്കുന്നവരുടെ പിൻപിലുള്ള ശക്തിയോട് മിണ്ടാതിരിക്കാൻ പറയണ്ടേ. നമുക്ക് തിരിച്ചു വരാം. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ 49 വചനം പറയുന്നു, ഹല്ലേലൂയ, ഐ വിൽ ഫൈറ്റ് those who fight you and I will save your children. കണ്ടോ, നിന്നോട് യുദ്ധം ചെയ്യുന്നവരോട് ഞാൻ യുദ്ധം ചെയ്യും, ഞാൻ നിൻ്റെ മക്കളെ ഞാൻ രക്ഷിക്കും. ഹല്ലേലൂയ. പോരാട്ടം എപ്പോഴും തലമുറകളോട്, അല്ലേ, അടുത്ത തലമുറയോട് എപ്പോഴും യുദ്ധം. സ്തോത്രം. അപ്പം കർത്താവിൻ്റെ വചനം പറയുന്നു, ഞാൻ അവരെ യുദ്ധം ചെയ്യുന്നു. അതിൻ്റെ തൊട്ട് മുമ്പ് പറയുന്നു, ഹല്ലേലൂയ, യുദ്ധം ചെയ്തവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു തരാൻ പറ്റുമോ? നന്മ കവർന്നെടുത്തുകൊണ്ട് പോയത് മനുഷ്യരല്ല, പക്ഷേ അവരുടെ അകത്ത് പ്രവർത്തിച്ച് ആത്മമണ്ഡലമാണ്, അവരുടെ അകത്ത് പ്രവർത്തിച്ച് ദുഷ്ടാത്മ സൈന്യമാണ്. അവരിൽ നിന്ന് ഞാൻ അതിനെ തട്ടി നിങ്ങളുടെ കയ്യിൽ മടക്കിത്തരും. ഹല്ലേലൂയ. ദൈവം ഒരു വലിയ വാക്ക് പറയുക, ഉറപ്പായിട്ടും അതെ. നഷ്ടപ്പെട്ടു പോയത്, ഹല്ലേലൂയ, നഷ്ടപ്പെടാൻ കാരണമായത് പിൻപിൽ വ്യാപരിച്ച് ദുഷ്ടാത്മശക്തികൾ, ആ കവർന്നെടുത്തുകൊണ്ട് പോയത് നിങ്ങൾക്ക് മടക്കി തരും. സ്തോത്രം. ഉറപ്പായിട്ടും മടക്കി തരും. ഇന്ന് പറഞ്ഞേ, എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം മടങ്ങി ലഭിക്കും എനിക്ക്. അല്ലേ, ഇന്ന് ഉറപ്പ് പറഞ്ഞേ, എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് സകലതും എനിക്ക് തിരിച്ചു കിട്ടും. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും. സ്തോത്രം. യുദ്ധവീരനായ ദൈവം. സ്തോത്രം. കർത്താവ് സകലത്തിനെയും, ഹല്ലേലൂയ, എല്ലാത്തിനെയും ജയിച്ചവൻ. യേശു കർത്താവ് ഉറപ്പ് പറയുക,
സ്തോത്രം, മടക്കി കിട്ടും. ബലവാനെ കെട്ടിയിട്ടല്ലാതെ വീട്ടിലെ മുതൽ കട്ടെടുക്കാൻ പറ്റത്തില്ല, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ബലവാനായ കർത്താവ് കൂടെയുണ്ടെങ്കിൽ, എൻ്റെ കർത്താവിനെ കെട്ടിയിട്ടിട്ട് ആർക്കും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു നന്മയും എടുക്കാൻ പറ്റത്തില്ല. അതിനാൽ ഞാൻ കർത്താവിൻ്റെ സ്വന്തമാകുമ്പോൾ, അല്ലയോ, ഞാൻ യേശുവിൻ്റെ സ്വന്തമാകുമ്പോൾ, സ്തോത്രം, യേശു എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഉത്തരവാദിത്വം വഹിക്കുക. എൻ്റെ യേശുവിനെ കെട്ടിയിട്ടിട്ടല്ലാതെ എൻ്റെ ജീവിതത്തിനകത്തെ ഒരു നന്മയും കട്ടെടുക്കാൻ പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വം യെശയ്യാവിൻ്റെ 54 വരുമ്പം ഐസയ ചാപ്റ്റർ 54, ഹല്ലേലൂയ, അതിൻ്റെ 11-12 വാക്യത്തിനകത്ത് ഒന്ന് വായിച്ച്. 11-12 ഐസയ 54. കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട ആശ്വാസമറ്റവളും ആയുള്ളവേ, ഞാൻ നിന്റെ കല്ല് അജ്ഞാനത്തിൽ പതിക്കുകയും നീലക്കല്ല് കൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. I will rebuild you with precious jewels and make your foundations from lapis lazuli. കർത്താവ് പണിയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, കണ്ടോ? അപ്പം കട്ടെടുത്തോണ്ട് പോയപ്പം, പല നന്മകളും എടുത്തോണ്ട് പോയപ്പം ചില അടിത്തറകളൊക്കെ ഇളകി, ചില ബന്ധങ്ങളൊക്കെ കുലുങ്ങി, കുറേ വർഷങ്ങളായിട്ട് അറിയുന്നവരുടെ സ്നേഹങ്ങളൊക്കെ അങ്ങ് ഇളകി. അവർ പറഞ്ഞു, ചില കൂട്ടുകാരുടെ ബന്ധങ്ങളൊക്കെ തട്ടിയെടുക്കും പിശാച്. ചില കുടുംബജീവിതത്തിനകത്ത് എത്ര സ്നേഹമുള്ള ബന്ധമെന്ന് പറഞ്ഞാലും അതിനെയൊക്കെ ഒന്ന് ഇളക്കും, അല്ലേ? ചിലതൊക്കെ നടക്കുമ്പം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എത്ര സ്നേഹമാണെന്ന് പറഞ്ഞാലും അവർ തമ്മിലൊന്ന് ഒരു ഇളക്കം ഒന്ന് തട്ടും. ജീവിതത്തിനകത്ത് മാതാപിതാക്കൾ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, അപ്പനമ്മമാർ തമ്മിൽ ഒക്കെ ചിലപ്പം ബന്ധമൊന്ന് ഇളകി എന്നിരിക്കും ചിലതൊക്കെ സംഭവിക്കുമ്പോൾ. പക്ഷേ കർത്താവ് പറയുക, ഞാൻ പണിയും. ഹല്ലേലൂയ. ഞാൻ ചിലതിനെയൊക്കെ പണിയും. സ്തോത്രം. പണിയുന്നത് എങ്ങനെയാണ്? ഐ വിൽ റീബിൽഡ് യു വിത്ത് പ്രഷ്യസ് ജുവൽസ്. നല്ല വിലയേറിയ രത്നങ്ങളും കൊണ്ട് ഞാൻ പണിയും. കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. ഞാൻ എല്ലാം എന്ന് പറഞ്ഞാൽ എന്ന് സംഭവിച്ചോ, എത്ര വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചോ, അവിടേക്ക് കടന്നു ചെന്നിട്ട് കർത്താവ് ചിലതിനെയൊക്കെ പണിയും. സ്തോത്രം. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കുടുംബജീവിതത്തിനകത്തെ വിഷയങ്ങളായിരിക്കാം, ചിലപ്പം കൂട്ടുകാർ തമ്മിലുള്ള തർക്കങ്ങളായിരിക്കാം, ബന്ധങ്ങൾ ഒലഞ്ഞതായിരിക്കാം. ഹല്ലേലൂയ. അപ്പം ഇളക്കം കുറേ നാൾ മുമ്പ് തട്ടിയതാ. കള്ളൻ വന്നിട്ട് വിശ്വാസത്തിനെ തട്ടിയെടുത്തോണ്ട് പോയി. സ്തോത്രം. കള്ളൻ വന്നിട്ട് സന്തോഷത്തിനെ തട്ടിയെടുത്തോണ്ട് പോയി. ചിലപ്പോൾ ഒരാൾ പറഞ്ഞൊരു വാക്കായിരിക്കാം. കുടുംബജീവിതമൊക്കെ ആരംഭിച്ചപ്പോൾ അമ്മായിയമ്മ പറഞ്ഞ എന്തെങ്കിലും ഒരു വാക്കായിരിക്കാം, അല്ലെങ്കിൽ അമ്മായിയച്ഛൻ പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാർ പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ അറിയാതെ അബദ്ധത്തിന് വായിന്ന് വീണു പോയതായിരിക്കാം. അതെടുത്ത് മുതലെടുത്ത് വഴക്കുണ്ടാക്കി, സ്വൈര്യം തരാതെ ബഹളം വെച്ച് 20 വർഷം കഴിഞ്ഞിട്ടും അതിനെ ചൊല്ലി വഴക്കും പറഞ്ഞല്ലേ? അങ്ങനെയൊക്കെ ചില ജീവിതങ്ങൾക്കകത്തൊക്കെ അനുഭവിക്കുന്നത് കാണും. സ്തോത്രം. ഹല്ലേലൂയ. പണ്ട് നീ അങ്ങനെ പറഞ്ഞില്ലേ, പണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പഴയത് കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വരുന്ന, അല്ലെങ്കിൽ നിൻ്റെ അപ്പൻ അങ്ങനെ പറഞ്ഞില്ലേ, അമ്മ ഇങ്ങനെ ചോദിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് കുത്തിപ്പൊക്കി തികട്ടി എടുത്തുകൊണ്ട് വന്ന് വഴക്കിടുന്ന അവസ്ഥകൾ കാണും. അല്ലെങ്കിൽ അതിനെ ചൊല്ലി കയ്പ് കാണും, അതിനെ ചൊല്ലി എന്തേലും ഒരു പിറുപിറുപ്പ് കാണും, എന്തെങ്കിലും ഒരു കുറ്റം പറച്ചിൽ കാണും. ഇന്നും അത് വിട്ടുകളയാതെ ഓർത്ത് വെച്ചിരുന്ന് സങ്കടപ്പെടുത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഓർത്ത് സങ്കടപ്പെടുന്നവർ കാണും. അല്ലേ? ഇന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് ശുശ്രൂഷിക്കുക ആരുടെയൊക്കെ മേലെ, നീ വചനം കേൾക്കുന്ന ആരുടെയൊക്കെ മേല് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കുക. സ്തോത്രം. കർത്താവിന് കഴിയാത്തത് ഒന്നുമില്ല. ഇന്നൊന്ന് പറഞ്ഞേ, എൻ്റെ യേശുവിനെ സാധിക്കാത്തതൊന്നുമില്ല. സ്തോത്രം. കർത്താവ് പറയുക, യെശയ്യാവിൻ്റെ 54:11 പറയുക, ഞാൻ പുതുക്കമായി പണിയും. ഐ വിൽ റീബിൽഡ് യു വിത്ത് പ്രഷ്യസ് ജുവൽസ്. വിലയേറിയ രത്നങ്ങളും കൊണ്ട് ഞാൻ പണിയും. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ 49 സ്തോത്രം, അതിൻ്റെ 24-25 പറഞ്ഞു, കവർന്നെടുത്തു, തട്ടിയെടുത്തു, സന്തോഷം തട്ടിയെടുത്തു. ചിലപ്പം വിവാഹത്തിൻ്റെ അന്ന് രാത്രിയിൽ തന്നെ വഴക്കുണ്ടായി കാണും, അങ്ങനെയില്ലേ ഇങ്ങനെയില്ലേ എന്നൊക്കെ. സ്തോത്രം. പലതും പറഞ്ഞു കാണും.
അല്ലേ? ചിലവരുടെയൊക്കെ ജീവിതങ്ങളെ ഒരു കുഞ്ഞു വയറ്റിൽ ജനിക്കുമ്പോഴേ ആ ജനിക്കുന്നതേ വഴക്കും തങ്ങളിത്തലിനകത്തും ബഹളത്തിനകത്തും ഒക്കെയാണ്. പിന്നെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പം പിന്നെ ചോദിക്കുകയും വേണ്ട. സ്തോത്രം. സന്തോഷം കവർന്നെടുത്ത ജീവിതങ്ങൾ കാണും. പക്ഷെ ഇന്ന് കർത്താവ് പറയുക, അല്ലേ, ഐ വിൽ റിസ്റ്റോർ എവ്രിതിങ്. ഞാൻ സകലത്തിനെയും പണിതെടുക്കും, സകലത്തിനെയും പുതുതാക്കിയെടുക്കും. അല്ലെ, നിൻ്റെ 54-നകത്തേക്ക് വരാം, 54-നകത്തേക്ക് വരാം. എന്നിട്ട് അവിടെ പറയുന്നത്, ഞാൻ ആ ഇളകിപ്പോയ ആ അടിത്തറകൾ, ഫൗണ്ടേഷൻസ്, ഞാൻ അതിനെ പണിതെടുക്കും. സ്തോത്രം. അതിനെ ഐ വിൽ റീബിൽഡ് യു എന്നാണ് പറയുന്നത്. ഞാൻ നിന്നെ പുതുതാക്കി വീണ്ടും പണിതെടുക്കും. ബിൽഡ് എന്നല്ല, റീബിൽഡ്. ഹല്ലിയ. ഒന്ന് പണിതതാ, ഇളക്കം തട്ടി. സ്തോത്രം. അതിൻ്റെ അടിത്തറകൾ ഇളകി, അതിൻ്റെ മതിലുകൾ കുലുങ്ങി. പക്ഷെ ദൈവം പറയും, ഐ വിൽ റീബിൽഡ് യു. ഹല്ലിയ. ഞാൻ വീണ്ടും പണിയും. എന്നൊന്ന് പറഞ്ഞേ, വീണ്ടും പണിയും. ഒന്ന് കാത്തിരുന്നേ വീണ്ടും പണിയാൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവ് വീണ്ടും പണിയും. ചിലതിനെയൊക്കെ വീണ്ടും പണിയും. എന്നൊന്ന് പറഞ്ഞേ, വീണ്ടും പണിയും. ഹല്ലേലൂയ. ചിലതൊക്കെ കർത്താവ് വീണ്ടും പണിയുക. ഇന്ന് സമയം തീർന്നിട്ടില്ല. ഇന്ന് അവസരങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് സ്തോത്രം, സാഹചര്യങ്ങൾ കടന്നു പോയിട്ടില്ല. എൻ്റെ കർത്താവിന് വീണ്ടും പണിയാൻ സമയമുണ്ട്. ഹല്ലേലൂയ. അവൻ വീണ്ടും പണിയുന്നവനാ. ഹല്ലേലൂയ. ഒന്ന് വീണ്ടും പണിയുന്നവൻ്റെ കയ്യിലേക്ക് ജീവിതങ്ങളൊക്കെ ഒന്ന് കൊടുത്തേ, വ്യക്തികളെ ഒന്ന് കൊടുത്തേ. സമയം തീർന്നു പോയിട്ടില്ല. ഹല്ലേലൂയ. കാലഘട്ടങ്ങൾ മറന്നു പോയിട്ടില്ല. എൻ്റെ ദൈവം വീണ്ടും പണിയും. വീണ്ടും പണിതിട്ട് എങ്ങനെയാ പറയുന്നത്? അതിൻ്റെ 12 പറയുന്നു, ഐ മേക്ക് യുവർ ടവേഴ്സ് ഓഫ് സ്പാർക്ലിംഗ് റൂബീസ്, യുവർ ഗേറ്റ്സ് ഓഫ് ഷൈനിങ് ജെംസ് ആൻഡ് യുവർ വാൾസ് ഓഫ് പ്രഷ്യസ് സ്റ്റോൺസ്. സകലതും പണിയുക, വിലയേറിയ രത്നങ്ങളും കൊണ്ട് പണിയുക. എന്നിട്ട് 54 യെശയ്യാവിൻ്റെ 13 പറയുന്നു, ഐ വിൽ ടീച്ച് ഓൾ യുവർ ചിൽഡ്രൻ ആൻഡ് ദേ വിൽ എൻജോയ് ഗ്രേറ്റ് പീസ്. കണ്ടോ, തലമുറകളെയും കൂടെ പണിയുക. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, ഞാൻ പറയട്ടെ, ചിലവരുടെ ജീവിതങ്ങൾ പണിയുമ്പോൾ നിങ്ങളുടെ ജീവിതങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ തലമുറകളെയും കൂടെ എൻ്റെ കർത്താവ് പണിയും. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ 49-നകത്ത് അതിൻ്റെ 25 ചോദിച്ചു. അതിൻ്റെ 25 പറഞ്ഞു, നിങ്ങളെ യുദ്ധം ചെയ്യുന്നവരെ ഞാൻ യുദ്ധം ചെയ്യും, നിങ്ങളുടെ മക്കളെ ഞാൻ രക്ഷിക്കും, ഞാൻ വിടുവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് യെശയ്യാ 54-13 പറയാം, ഞാൻ നിൻ്റെ മക്കളെ പഠിപ്പിക്കും, അവർക്ക് വലിയ സമാധാനമുണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങളുടെ തലമുറ ദേശങ്ങളിൽ സ്വസ്ഥതയോടെ പാർക്കും. അവർ സന്തോഷം അനുഭവിച്ചില്ലേ? അവർ സമാധാനം അനുഭവിച്ചില്ലേ? ഇനി അവർ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന കാലഘട്ടങ്ങൾ. ഹല്ലേലൂയ. പറഞ്ഞ്, എൻ്റെ യുദ്ധം മനുഷ്യരോടല്ല, എൻ്റെ യുദ്ധം മനുഷ്യരുടെ പിൻപിൽ വ്യാപരിക്കുന്ന ശക്തികളോട്. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യരുടെ പിമ്പിൽ വ്യാപരിക്കുന്ന ശക്തി കാണാൻ പറ്റത്തില്ല. ആത്മലോകത്തിലെ ശക്തികൾ, അന്ധകാര ശക്തികൾ. ആ ആത്മലോകത്തിലെ അന്ധകാര ശക്തികളോട് യുദ്ധം ചെയ്യണമെങ്കിൽ ജഡത്തിന് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല, ആത്മാവിനെ യുദ്ധം ചെയ്യാൻ പറ്റത്തുള്ളൂ. ആത്മാവിന് മാത്രമേ ആത്മാവിനോട് യുദ്ധം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മളുടെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തി ആയി തീരും തോറും, അധികം ശക്തി നിങ്ങളും ഞാനും കൃപയിലും ശക്തിയിലും വളരും തോറും, വർദ്ധിക്കും തോറും, ഹല്ലേലൂയ, നമ്മളുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന് ഏത് എതിർ ശക്തിയെയും യുദ്ധം ചെയ്യാൻ ആയിട്ടുള്ള കഴിവുണ്ട്. സ്തോത്രം. ആത്മാവിന് മാത്രമേ ആത്മാവിനെ യുദ്ധം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എൻ്റെ അകത്ത് വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ ഹല്ലേലൂയ മനുഷ്യരുടെ പിൻപിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മാവിനെ യുദ്ധം ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. നമ്മൾക്ക് കയ്യും കാലും കൊണ്ടും നമുക്ക് കാണുന്ന ആയുധങ്ങളും കൊണ്ട് യുദ്ധം ചെയ്യാം, പക്ഷേ അത് മനുഷ്യരെ നശിപ്പിച്ച് കളയത്തതേ ഉള്ളൂ. പക്ഷേ ഹല്ലേലൂയ, നമ്മളുടെ നാവിൻ്റെ മേൽ ദൈവം തന്നിരിക്കുന്ന അധികാരമുണ്ട്, വചനമുണ്ട്, സ്തോത്രമുണ്ട്, അന്യഭാഷയുണ്ട്. ഹല്ലേലൂയ. ആത്മശക്തിയുണ്ട്. ഈ ആത്മശക്തിയും കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ സർവ്വായുധം ധരിക്കാനാണ് വചനം പറയുന്നത്. നമുക്ക് യുദ്ധം ജയിക്കാൻ സാധിക്കും. കർത്താവ് പറയുന്നു, ഞാൻ തന്നെ യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. എത്രയധികം സന്തോഷിക്കണം. എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് തന്നെ യുദ്ധം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നിട്ട് യെശയ്യാവിൻ്റെ 54-നകത്ത് സ്തോത്രം അതിൻ്റെ 14 പറയുന്നു, യു വിൽ ബി സെക്യൂർ അണ്ടർ എ ഗവൺമെൻറ് ദാറ്റ് ഇസ് ജസ്റ്റ് ആൻഡ് ഫെയർ, യുവർ എനിമീസ് വിൽ സ്റ്റേ ഫാർ അവേ. സ്തോത്രം. ആൻഡ് യു വിൽ ലിവ് ഇൻ പീസ് ആൻഡ് ടെറർ വിൽ നോട്ട് കം നിയർ. 15 പറയുന്നു, ഇഫ് എനി നേഷൻ കംസ് ടു ഫൈറ്റ് യു, ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഐ സെൻഡ് ദെം, whoever attacks you will go down in defeat. 14-15 ഒന്ന് വായിച്ചേ.
14-15 യെശയ്യാവിന്റെ 54. 54 നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും. സ്ഥിരമായി നിൽക്കും എന്ന് പറഞ്ഞ് സ്ഥിരമായി നിൽക്കും. നീ പീഡനത്തോട് അകന്നിരിക്കും. നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. ഭീഷണിയോട് നീ അകന്നിരിക്കും. അത് നിന്നോടടുത്ത് വരികയില്ല. അത് നിന്നോടടുത്ത് വരികയില്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഒരു എതിർ ശക്തിയും എൻ്റെ അടുത്ത് വരത്തില്ല. ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യേശു കർത്താവിനകത്ത് വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് ഒരു ശക്തിക്കും വരാൻ പറ്റില്ല. വന്നെന്നിരിക്കും, പക്ഷേ വന്നാലും ജയിക്കത്തില്ല. ഹല്ലേലൂയ. എന്താണെന്നറിയോ? എന്നെ കാണുമ്പോൾ എന്നെയല്ല കാണുന്നത്, ഞാൻ ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനാ പറയുന്നത് പൂർണ്ണമായി യേശുവിൻ്റേതാകണമെന്ന്. ഹല്ലേലൂയ. പൂർണ്ണമായി ഞാൻ യേശുവിലാണ് വസിക്കുന്നെങ്കിൽ വചനം ഇങ്ങനെ പറയുന്നു, വെൻ ഐ ആം ഇൻ ക്രൈസ്റ്റ്, ഹല്ലേലൂയ, ഐ എം ക്ലോത്ത്ഡ് ഇൻ ക്രൈസ്റ്റ്. എങ്ങനെയാ ക്രിസ്തുവിനെ ധരിക്കുന്ന? സ്നാനത്തിലൂടെ ക്രിസ്തുവിനെ ധരിക്കുന്ന ഓരോ വ്യക്തിക്കും ഒരു ഉറപ്പുണ്ട്. ഹല്ലേലൂയ, ഞാനല്ല പിന്നെ ജീവിക്കുന്നത്, ക്രിസ്തുവാ ജീവിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കാണുന്നവർ ക്രിസ്തുവിനെയാണ് കാണുന്നത്. സ്തോത്രം. എന്നെ അല്ല കാണുന്നത്. അവിടെ പിന്നെ ഞാനില്ല. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിൽ സ്നാനപ്പെട്ട ഓരോ വ്യക്തിയും, ക്രിസ്തുവിൽ വസിക്കുന്ന ഓരോ വ്യക്തിയും, ഹല്ലേലൂയ, അവരെ ദുഷ്ടാത്മ സൈന്യങ്ങൾ നോക്കുമ്പോൾ, അവരെ ശത്രു നോക്കുമ്പോൾ, ഹല്ലേലൂയ, അവരെ ആര് നോക്കുമ്പോഴും അവരെ അല്ല പിന്നെ കാണുന്നത്. ഹല്ലേലൂയ, യേശു കർത്താവിനെയാണ് കാണുന്നത്. സ്നേഹത്തിലും, ഹല്ലേലൂയ, നമ്മൾ ധരിക്കാനാണ് നമ്മളോട് പറയുന്നത് അല്ലേ? സ്നേഹത്തിൽ ധരിക്കാൻ, സ്നേഹം കൊണ്ട് നമ്മൾ ധരിക്കപ്പെടുമ്പോൾ, ക്രിസ്തുവിനെ സ്നാനത്തിലൂടെ അല്ലേ, കർത്താവിനോടുള്ള സ്നേഹം മൂക്കുമ്പോഴാണ് സ്നാനപ്പെടാനായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അല്ലേ? അങ്ങനെ സ്നാനപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പിന്നെ നമ്മളെ അല്ല അവിടെ കാണുന്നത്, ഞാൻ ക്രിസ്തുവിൽ മരിച്ചു. ഹല്ലേലൂയ. പിന്നെ ധരിക്കുന്നതോ ക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ ധരിച്ചാൽ പിന്നെ പിശാച് നോക്കുമ്പോൾ, തന്ത്രം പണിയുന്നവൻ നോക്കുമ്പോൾ, ഹല്ലേലൂയ, പിന്നെ എന്നെയും നിങ്ങളെയും കാണത്തില്ല, ക്രിസ്തുവിനെയാണ് കാണുന്നത്. ഗലാത്യരുടെ ലേഖനം 3-ാം അധ്യായം 27-ാം തിരുവചനം, ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 27, and all who have been united with Christ in baptism have put on Christ like putting on new clothes. എന്ന് വായിച്ചേ. 3:27. സ്തോത്രം. And all who have been united with Christ, ഗലാത്യർ 3:27. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ക്രിസ്തുവിനെ ധരിക്കുക ചെയ്ത്, അവൻ ക്രിസ്തുവിനെ ധരിച്ച് നമ്മളുടെ ഓരോരുത്തരുടെയും എതിരെ യുദ്ധമില്ലെന്നല്ല, എതിരില്ലെന്നല്ല, രോഗമില്ലെന്നല്ല, പ്രശ്നമില്ലെന്നല്ല. ഹല്ലേലൂയ. പക്ഷേ ശത്രു ഒരുക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ, ശത്രു പിന്നെ എന്നെ നിങ്ങളെയും കാണത്തില്ല. ക്രിസ്തുവിൽ മറഞ്ഞു കിടക്കുന്നത് കാരണം ക്രിസ്തുവിനെയാണ് കാണുന്നത്. ക്രിസ്തുവിനെ കാണുമ്പോൾ ശത്രു ഓടിപ്പോകും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറയുക, യെശയ്യാ 54 പറയുക, നിങ്ങൾക്ക് സമാധാനമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ യുദ്ധം ചെയ്യാൻ വരുന്നവർ നിങ്ങളുടെ അടുക്കൽ വരത്തില്ല. സ്തോത്രം. അവർ നിങ്ങളെ യുദ്ധം ചെയ്യുന്നവരുടെ എതിരെ ഞാൻ യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളുടെ എതിരെ യുദ്ധം ചെയ്യാൻ വരുന്നവരോ തോറ്റു തൊപ്പിയിട്ടിട്ട് അവർ ഓടിപ്പോവും അല്ലേ? യെശയ്യാ 54:15. If any nation comes to fight you, it is not because I sent them. Whoever attacks you will go down in defeat. ഞാൻ പറയട്ടെ, ദാരിദ്ര്യം തോറ്റുപോകും. ഹല്ലേലൂയ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തോറ്റുപോകും, രോഗം തോറ്റുപോകും, പ്രതികൂലം തോറ്റുപോകും, പ്രയാസം തോറ്റുപോകും, മക്കളെ വിഴുങ്ങാൻ നിൽക്കുന്ന വിഷയങ്ങൾ തോറ്റുപോകും. ഹല്ലേലൂയ. രോഗത്തിൻ്റെ അവസ്ഥകൾ തോറ്റുപോകും. ഇതൊന്നും ജയിക്കത്തില്ല. ഹല്ലേലൂയ. നാം ക്രിസ്തുവിലാണെങ്കിൽ, ഹല്ലേലൂയ, ഈ വിഷയങ്ങൾ എന്നെയും നിങ്ങളെ അല്ല കാണുന്നത്, ക്രിസ്തുവിനെയാണ് കാണുന്നത്. ഇന്ന് പറഞ്ഞേ, ബലവാന്റെ ശക്തി കൊണ്ട് ഞാൻ ജയിക്കും. ഹല്ലേലൂയ. ബലവാനായ ക്രിസ്തുവിൻ്റെ ശക്തി കൊണ്ട് ഞാൻ ജയിക്കും.
ആയിരിക്കും. കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഹല്ലിയ. ഇന്ന് പലവരുടെയും ജീവിതത്തിനകത്ത് പല വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വിഷയങ്ങളുടെ പ്രശ്നം ഇന്നും അനുഭവിക്കുന്നവരുണ്ട്. ഹല്ലിയ. കർത്താവ് ഇന്ന് ഈ വചനം കേട്ട് ഏറ്റെടുത്ത് ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് അങ്ങ് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പിക്കുവാൻ കർത്താവ് തയ്യാറാ. ഹല്ലേലൂയ. യുദ്ധം ചെയ്യുന്നവൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറുണ്ടോ? സ്തോത്രം. തയ്യാറുള്ളവരുടെ ജീവിതത്തിൻ്റെ എത്ര വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണെങ്കിലും എൻ്റെ കർത്താവ് എന്നത് യുദ്ധം ചെയ്ത് നേരെയാക്കി ജീവിതങ്ങൾ സ്വസ്ഥമാക്കി ഹല്ലിയ. മക്കളുടെയും കുടുംബങ്ങളുടെയും ജീവിതങ്ങളൊക്കെ വിടുവിച്ച് ഹല്ലിയ എല്ലാം റിസ്റ്റോർ ചെയ്യുന്ന ഒരു ദിവസങ്ങളായി തീർന്നിരിക്കുന്നതിനായി സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് ഈ അത്ഭുതങ്ങൾ ചെയ്തെടുക്കുന്നതിനായി സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കണം. ഹല്ലിയ. ജയാളിയുടെ കൂടെ നിൽക്കുന്നവർ ജയിക്കുക തന്നെ ചെയ്യും. കർത്താവ് സകലതും റെസ്റ്റോർ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.